ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. 3-ാം മിസ്ബ കൺവെൻഷൻ്റെ ഈ പുണ്യദിനത്തിൽ നന്ദിയോടും ആദരവോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിൻ്റെ സവിശേഷ വ്യക്തിത്വത്തിൻ്റെ വിഭിന്ന മുഖങ്ങൾ പ്രകാശിപ്പിക്കുന്ന, വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന അനേകം സന്യാസ സമൂഹങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് സമർപ്പിതരുണ്ട്, വൈദികരുണ്ട്. തിരുസഭയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിനും ദൈവജനത്തിനുമായി ജീവിതം തീരെഴുതി കൊടുത്ത മുഴുവൻ സമർപ്പിതരുടെയും പ്രതിനിധിയായിട്ടാണ് ആദരവോടെ ഷെക്കേന ചാനലിൻ്റെ ഈ കൺവെൻഷൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുക. ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 40 വർഷം തികഞ്ഞ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഈശോയുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ ഒരു അംഗമായി ജീവിച്ചതിലുള്ള ചാരിതാർത്ഥ്യവും ആനന്ദവും എൻ്റെ ഹൃദയത്തിലുണ്ട്. സ്വന്തം വീടും നാടും മാതാപിതാക്കളെയും വിട്ട് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ അറിവോടും ഉത്തമമായ ബോധ്യത്തോടും കൂടെ സന്യാസം സ്വീകരിക്കുന്ന ഒരാളുടെ മനസ്സിൽ വളരെ വിപുലമായ സ്വപ്നങ്ങളാണ് ഉള്ളത്, ഉന്നതമായ ആദർശമാണുള്ളത്. 4-5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യതയിൽ നിന്ന് ജാതിമത ഭേദമന്യേ സർവരെയും സമാശ്ലേഷിക്കുന്ന ക്രിസ്തുവിൻ്റെ സാർവലൗകിക സ്നേഹവിശാലതയിലേക്കാണ് ഒരു സമർപ്പിത കടന്നു വരിക. അങ്ങനെ വരുന്ന ഒരാൾക്ക് ഈ ഉടുപ്പ് ഒരു ഭാരമല്ല, അഭിമാനമാണ്. ശുശ്രൂഷ മടുപ്പല്ല, ആനന്ദമാണ്. ജീവിക്കുന്ന പരിസരങ്ങളിലെയും ചുറ്റുപാടുകളിലെയും കുടുംബമാണ് ഒരു സമർപ്പിതയുടെ വീടും സഹോദരങ്ങളും. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ സദസ്സിൻ്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ട ഈ കാര്യം ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം നൽകുമ്പോൾ തിരുസക്രാരിയും തിരുക്കുരിശുമാണ് എനിക്ക് കൂട്ടിനായിട്ടുള്ളത്. തിരുസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ അനുഗ്രഹവും നമുക്ക് വേണ്ടി പീഡ സഹിച്ചു മരിച്ച കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ വചനപ്രഘോഷണ വേദിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക. സമർപ്പിത ജീവിതം, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. ആരാണ് സമർപ്പിതർ? കേരള കത്തോലിക്ക സഭയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ക്രൈസ്തവ സമർപ്പിതനാരാണ് എന്ന് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുക. ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജീവിക്കുന്ന കൊച്ചു കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, ആശുപത്രികളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തന മേഖലകളിൽ ഒരു സമർപ്പിതയുടെ ശബ്ദമോ കരമോ പിടിക്കാത്ത, ഒരു സമർപ്പിതയുടെ കരം പിടിച്ചു വളരാത്ത, ഒരു സമർപ്പിതയുടെ ശബ്ദം കേൾക്കാത്ത, ഒരു സമർപ്പിതയുടെ സാമീപ്യം അനുഭവിച്ചറിയാത്ത ആളുകൾ തുലോം കുറവായിരിക്കും. തിരുസഭയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവനും തീരെഴുതി കൊടുത്തവരാണ് സമർപ്പിതർ. ഒരായുസ്സു മുഴുവനും ഈ സുവിശേഷത്തിൽ ജീവിച്ച, ഈ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്ന ക്രിസ്തീയ മൂല്യങ്ങളെ, സുവിശേഷ മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമ്പൂർണമായിട്ട് സമർപ്പിച്ച വ്യക്തികളാണ് സമർപ്പിതർ. തിരുസഭയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ എന്ന സമർപ്പിതയെ ഞാൻ വിശേഷിപ്പിക്കുമ്പോൾ നമുക്കറിയാം, തിരുസഭയിലെ ഓരോ അംഗത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവളാണ്. തിരുസഭയ്ക്ക് വേണ്ടി മാത്രമാണോ? അല്ല. ലോകത്തിന് മുഴുവനുമുള്ള മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരായുസ് മുഴുവനും തീരെഴുതി കൊടുത്ത സമർപ്പിതരുടെ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുക. എന്തിനാണ് സമർപ്പിത ജീവിതം തിരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തി? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക്
ഒരു സമർപ്പണ ജീവിതത്തിൻ്റെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ക്രിസ്തു നേരിട്ട് തിരഞ്ഞെടുത്ത 12 അപ്പസ്തോല ഗണങ്ങളുടെ പിന്തുടർച്ച അവകാശികൾ എന്നതുപോലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അടുത്ത് അനുകരിക്കുവാൻ, അവനോട് കൂടെ ആയിരിക്കുവാൻ, പ്രസംഗിക്കാൻ അയക്കപ്പെടുവാൻ ക്രിസ്തു പ്രത്യേകം തിരഞ്ഞെടുക്കുന്നവരാണ് സമർപ്പിത ജീവിതങ്ങൾ. തിരുസഭയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ആരംഭിച്ച സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചക്കാരിയായിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. 40 വർഷം തിരുഹൃദയ സന്യാസിനി സഭയിൽ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി സമർപ്പിത ജീവിതം നയിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ സമർപ്പിത ജീവിതം ഒരു അധ്യാപിക എന്ന നിലയിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷാ മേഖലകളിലൂടെ, ഞാൻ കടന്നുപോയ ഇടവകകളിലൂടെ, ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികളിലൂടെ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ്, സംതൃപ്തിയോടെയാണ് ഈ അൾത്താരയുടെ മുൻപിൽ സമർപ്പിത ജീവിതവും സാമുദായിക ശാക്തീകരണവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംവദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ സമർപ്പിത ജീവിതമെന്ന് പറയുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള വിളിയാണ് പ്രധാനമായിട്ടും. സക്രാരിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതം, ഈ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം, ഈ ബലിപീഠത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ജീവിതം, ഈ സുവിശേഷത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന ഒരു ജീവിതം, ഇതാണ് സമർപ്പണത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. 4-5 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഒരു വ്യക്തി ഏത് സന്യാസ സഭയിലെ അംഗമാണോ ആ സന്യാസ സഭയുടെ സഭാ നിയമങ്ങളനുസരിച്ച് 3 വ്രതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം, ഈ 3 വ്രതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തിരുസഭയിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഓരോ സമർപ്പിതയും. ഇന്ന് സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വെല്ലുവിളികൾ ഉയരുന്ന കാലഘട്ടമാണ്. യഥാർത്ഥ സമർപ്പണ ജീവിതത്തിൻ്റെ മുഖത്തെ മറച്ചു വെച്ച്, ഒരുപക്ഷെ അതിന് വിപരീതമായ സാക്ഷ്യം നൽകി സമർപ്പണ ജീവിതത്തിൻ്റെ വികലമായിട്ടുള്ള ദർശനങ്ങളോ കാഴ്ചപ്പാടുകളോ ഒക്കെ ഈ സമൂഹത്തിൽ പങ്കുവെക്കുന്നവരും നമുക്കിടയിലുണ്ട് എന്നറിയാം. അതിനപ്പുറത്തേക്ക് കടന്ന് യഥാർത്ഥ സമർപ്പണ ജീവിതത്തിൻ്റെ സൗന്ദര്യവും ലാളിത്യവും ലാവണ്യവും പ്രകടമാക്കാനാണ്, അത് പ്രകടമാക്കുകയാണ് ഈ ഒരു വചന പ്രഘോഷണത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നന്മയുടെ പച്ചപ്പ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരാണ് സമർപ്പിത സന്യസ്ത വിഭാഗങ്ങൾ. ഉണങ്ങി വരണ്ട നിലകളിൽ ജീവജലത്തിൻ്റെ അരുവി ഒഴുകിച്ചെന്ന് തീരങ്ങളെ പച്ചപ്പാക്കുന്നത് പോലെ, അല്ലെങ്കിൽ തീരങ്ങളെ ഹരിതാപമാക്കുന്നത് പോലെ, ആധുനിക സമൂഹത്തിൻ്റെ സങ്കീർണതകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, അത് കുടുംബ പ്രശ്നങ്ങളിലൂടെ, വൈയക്തിക പ്രശ്നങ്ങളിലൂടെ, മാനസിക പ്രശ്നങ്ങളിലൂടെ, സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവജലം ഒഴുക്കുന്നവരാണ് സമർപ്പിതർ. ഒരു സമർപ്പിത ജീവിതത്തിന് ഈ കാലഘട്ടത്തിൽ ഏറെ അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്. നമുക്കറിയാം, ഒരു ക്രൈസ്തവ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസിയെ പരിചയമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ജനിച്ചു വളരുന്നത് തുടങ്ങി ശൈശവം ബാല്യം പിന്നിടുമ്പോൾ ഒരു സമർപ്പിതയുടെ കരം പിടിച്ച് നടക്കാത്ത ക്രൈസ്തവ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിന്ന് കുറവായിരിക്കും.
എന്താണ് ഓരോ സമർപ്പിത ജീവിതത്തിൻ്റെയും ലക്ഷ്യം? അല്ലെങ്കിൽ ഓരോ സമർപ്പിതരും പ്രതിനിധാനം ചെയ്യുന്ന വിവിധ സന്യാസ സമൂഹങ്ങളുടെ ലക്ഷ്യം എന്താണ്? അത് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ച് കടന്നു പോകുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില പ്രത്യേക വ്യക്തികളെ തെരഞ്ഞെടുത്ത് ഉയർത്തി ആത്മാവ് കൊടുക്കുന്ന വലിയ പ്രചോദനത്തിൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന സഭാസ്ഥാപകരാൽ ഒരു സമൂഹം രൂപപ്പെടുകയും ആ സമൂഹത്തിലേക്ക് ആ സ്ഥാപകൻ്റെ ജീവിതശൈലിയുടെ പിന്തുടർച്ചക്കാരായി ആ വ്യക്തിത്വത്താൽ ആകർഷിക്കപ്പെട്ട് കടന്നു വരുന്നവരാണ് സമർപ്പിതർ. കേരള സമൂഹത്തിൽ ഒരുപാട് സന്യാസ സമൂഹങ്ങളുണ്ട്. അത് പുരുഷ സന്യാസ സമൂഹങ്ങളുണ്ട്, സ്ത്രീകളുടെ സന്യാസ സമൂഹങ്ങളുമുണ്ട്. ഓരോ സന്യാസ സമൂഹവും തങ്ങളുടെ കാരിസമനുസരിച്ചാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുക. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതിൻ്റെ ആരംഭം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, കേരള കത്തോലിക്ക സഭയിൽ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടുയർത്തിയ രൂപപ്പെട്ട സന്യാസ സമൂഹങ്ങളുണ്ട്. ഈ കേരള സമൂഹത്തിൻ്റെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികമായ വളർച്ചയുടെ മേഖലകളിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ക്രൈസ്തവ സന്യാസികളുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകളില്ല എന്നുള്ളത്. വിദ്യാഭ്യാസ രംഗത്താവട്ടെ, സാമൂഹിക സാമ്പത്തിക രംഗത്താവട്ടെ, സാംസ്കാരിക മേഖലകളിലാവട്ടെ, ഈ കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ളതും വിദേശത്തുനിന്ന് കടന്നു വന്നിട്ടുള്ളതുമായ വിവിധങ്ങളായ സന്യാസ സമൂഹങ്ങളുടെ പ്രതിനിധികളും നേതാക്കന്മാരും ഇവിടെ നൽകിയിട്ടുള്ള ശുശ്രൂഷകളുടെ പിന്തുടർച്ചക്കാരാണ് കേരള സമൂഹത്തിലുള്ളത് എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 19-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ മിഷണറിമാരുടെ വരവിന് ശേഷം ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ ഈ കേരളത്തിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള വിവിധ സന്യാസ സമൂഹങ്ങൾ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ പിന്തുടർച്ച അവകാശികളായി കടന്നു വന്നിട്ടുള്ള CMC സന്യാസ സമൂഹം, ആരാധനാ സമൂഹം, ക്ലാരിസ്റ്റ് സമൂഹം, SH സമൂഹം, ഇങ്ങനെ അതിൻ്റെ തുടർച്ചക്കാരായി ഇന്ന് കേരള കത്തോലിക്ക സഭയിൽ, ലാറ്റിൻ സമൂഹത്തിൽ, മലങ്കര സഭയിൽ നിരവധി സന്യാസ സമൂഹങ്ങൾ നിരവധി ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഈ സന്യാസ സമൂഹങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ നിർവഹിച്ചിട്ടുള്ള വിവിധ തലങ്ങളിലെ ശുശ്രൂഷകളാണ് വാസ്തവത്തിൽ ഈ കേരള സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് അല്ലെങ്കിൽ സാംസ്കാരിക ഉന്നമനത്തിന്, വിദ്യാഭ്യാസ പ്രവർത്തന മേഖലകളിലുള്ള ഔന്നത്യത്തിന് അടിത്തറയിട്ടത് എന്ന് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. തിരുസഭയിൽ ഒരു സമർപ്പിത തൻ്റെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കപ്പെടുമ്പോൾ പ്രധാനമായും തിരുസഭയെ പടുത്തുയർത്തുന്നതിനും അതിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വിശുദ്ധിക്കും സമർപ്പിത ജീവിതം കാരണമാകുന്നു. സമർപ്പിത ജീവിതം എന്ന ജോൺ പോൾ പിതാവിൻ്റെ ചാക്രിക ലേഖനത്തിൽ സമർപ്പിതരെ വിശേഷിപ്പിക്കുന്നത് തന്നെ സമർപ്പിതർ തിരുസഭയുടെ ഹൃദയമാണ് എന്നാണ്. ക്രിസ്തു ശിരസ്സായ തിരുസഭയുടെ ശരീരത്തിലെ ഹൃദയമായി വർത്തിക്കുന്നവരാണ് സമർപ്പിതർ. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ ഹൃദയം പ്രവർത്തന സജ്ജമല്ല എങ്കിൽ ശരീരം നിശ്ചലമാകുമെന്ന്. തിരുസഭയുടെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുന്ന, വിശുദ്ധിയുടെ അടയാളമായി നിലകൊള്ളുന്ന സമർപ്പിത സമൂഹങ്ങൾ അത് ക്രിസ്തുവിൻ്റെ പരിമളമാണ് എന്നാണ് പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തു അനുയായികളെയാണ്
ക്രിസ്തുവിൻ്റെ പരിമളമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒരു പടി കൂടി കൂട്ടി ഞാൻ പറയുകയാണ്, സമർപ്പിതർ ക്രിസ്തുവിൻ്റെ പരിമളമാണ് എന്ന്. തിരുസഭയെ പടുത്തുയർത്തുക എന്ന് പറയുന്ന ദൗത്യത്തിൽ പങ്കുചേരുന്ന ഒരു സമർപ്പിത തൻ്റെ കാരിസം ജീവിക്കുന്നതിലൂടെ, ഓരോ സന്യാസ സമൂഹത്തിൻ്റെയും വൈവിധ്യമാർന്ന കാരിസം ജീവിക്കുന്നതിലൂടെ തിരുസഭയെ പടുത്തുയർത്തുക തന്നെയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഊന്നൽ നൽകുന്ന സന്യാസ സമൂഹങ്ങൾ ഈ കേരളത്തിലുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തന നിരതരായിരിക്കുന്ന സന്യാസ സമൂഹങ്ങളുണ്ട്. ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് ഏതെങ്കിലും ശാരീരികമായ, മാനസികമായ, ബുദ്ധിപരമായ വൈകല്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട് വഴിയോരങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെട്ട മനുഷ്യ വ്യക്തിത്വങ്ങളെ ചേർത്ത് നിർത്തുന്ന സന്യാസ സമൂഹങ്ങൾ ഇവിടെയുണ്ട്. ആർക്കും വേണ്ടാത്തവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ, അനാഥത്വം പേറുന്നവർ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർ, ശാരീരിക വൈകല്യത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പുറന്തള്ളപ്പെട്ടു പോയവരും ഒറ്റപ്പെട്ടു പോയവരും ഹൃദയ നൊമ്പരം പേറുന്നവരും അനാഥത്വം അനുഭവിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഇവർക്കൊക്കെ കൂട്ടായിരിക്കാനുള്ള, ഇവർക്കൊക്കെ കൂട്ടുകാരായിരിക്കാനുള്ള വിളിയാണ് ഒരു സമർപ്പിതയുടേത്. ഒരു സഭാസ്ഥാപകനിലൂടെ അല്ലെങ്കിൽ സ്ഥാപകയിലൂടെ പകർന്നു കിട്ടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ചൈതന്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു നിധി പോലെ അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന കൃപയുടെ അഭിഷേകത്തിൻ്റെ നിറവ് സ്വീകരിച്ചുകൊണ്ട് ഒരു ജീവിതം മുഴുവനും ഈ സമൂഹത്തിന് വേണ്ടി വ്യയം ചെയ്യുന്നവരാണ് സമർപ്പിതർ. അതുകൊണ്ട് തീർച്ചയായും ക്രിസ്തീയ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി മാത്രമല്ല, ഈ പൊതുസമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെടുന്നവരും കടമയുള്ളവരുമാണ് കേരള ക്രൈസ്തവ സമർപ്പിതർ എന്ന് പറയുന്നത്. പഴയ നിയമഗ്രന്ഥത്തിൽ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തിശൂന്യമായി കിടക്കുന്നത് കണ്ട് മ്ലാനവദനായി ഹൃദയവേദ അനുഭവിച്ച് ഉറക്കം നഷ്ടപ്പെട്ട ഒരു പ്രവാചകനുണ്ട്, നെഹമ്യാ പ്രവാചകൻ. ഒരു സമർപ്പിതയുടെ മനസ്സ് നെഹമ്യാ പ്രവാചകന്റെ മനസ്സിന് തുല്യമായിരിക്കണം. തകർക്കപ്പെട്ടു പോകുന്ന, തകർന്നു കിടക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹങ്ങളെ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യ സമൂഹങ്ങളെ, ശിഥിലമാകുന്ന മനുഷ്യബന്ധങ്ങളെ നോക്കി ഹൃദയവ്യഥ അനുഭവിച്ച് ഉറക്കളച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സാണ് ഒരു സമർപ്പിതയ്ക്ക് അനിവാര്യമായിട്ടുള്ളത്. ഇനി മറ്റൊരു മനസ്സുകൂടി സമർപ്പിതയ്ക്ക് ആവശ്യമാണ്. അത് പരിശുദ്ധ അമ്മയുടേതാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ചിതറിക്കപ്പെട്ടു പോയ ശിഷ്യ സമൂഹം ഇനി എന്ത് എന്ന് ആശങ്കയോടെ തങ്ങളുടെ ഗുരു തന്നിൽ നിന്ന് അകന്നു പോയി എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ തങ്ങളുടെ ഗുരു കുരിശിലേറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് സങ്കടത്തോടെ അലയുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന, മുറിക്കുള്ളിൽ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യ സമൂഹം 3 കൊല്ലം കൊണ്ടു നടന്ന് പഠിപ്പിച്ചതൊക്കെ സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനാവാതെ ഹൃദയവ്യഥയോടെ തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ചിന്തിക്കുന്ന ശിഷ്യ സമൂഹം, പുത്രൻ്റെ ഹൃദയമറിഞ്ഞ, വചനത്തിൻ്റെ പൊരുളറിഞ്ഞ പരിശുദ്ധ അമ്മ ഈ ശിഷ്യ സമൂഹത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സെഹിയോൻ മാളികയുടെ ഊട്ടുമുറിയിൽ ഒരുമിച്ചിരുത്തി. ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ അമ്മ അവിശ്വാസത്തിൻ്റെയും അവിശ്വസ്തതയുടെയും വഴിവിട്ട സഞ്ചാരങ്ങളെ ആത്മസമർപ്പണത്തിൻ്റെയും
വീരോചിതമായ ചുവടുവയ്പ്പിൻ്റെ വഴിയിലേക്ക് ഉറപ്പിച്ചു നിർത്തിയ പരിശുദ്ധ അമ്മ, കേട്ടു മറന്നുപോയ നിത്യസത്യങ്ങളെ പതിനായിരങ്ങളുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ പറയാൻ മാത്രം പരിശുദ്ധാത്മ ശക്തി നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കിയ പരിശുദ്ധ അമ്മ. ഒരു സമർപ്പിതയുടെ മനസ്സ് ഈ പരിശുദ്ധ അമ്മയെപ്പോലെയാവണം. ഒരുപക്ഷെ പരമ്പരാഗതമായി ഒരു സമർപ്പിത തുടർന്നു വരുന്ന അവളുടെ കാരിസം ജീവിക്കുന്നതിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി, മനുഷ്യൻ്റെ മൗന നൊമ്പരങ്ങൾ മനസ്സിലാക്കി, സമുദായത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി, ചിതറിക്കപ്പെട്ടു പോയ സമൂഹത്തിൻ്റെ അവസ്ഥകളിലേക്ക്, പരിത്യക്ത അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലാൻ മാത്രമുള്ള ഒരു മനസ്സ് ഇന്നത്തെ സമർപ്പിതയ്ക്ക് ആവശ്യമാണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. രോഗി ശുശ്രൂഷ രംഗം നമുക്ക് ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗം നമുക്ക് ആവശ്യമാണ്. അതുപോലെയുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ മേഖലകളും നമുക്ക് അനിവാര്യം തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള ആർജവത്വമാണ് ഇന്നത്തെ സമർപ്പിതയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്പിൽ നിന്ന് ഈ കേരളത്തിലേക്ക് കടന്നു വന്ന ക്രൈസ്തവ മിഷണറിമാരുടെ തുടർ പ്രവർത്തനത്തിൻ്റെ ഫലമായി സുവിശേഷം ഈ കേരളത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുകയും ക്രൈസ്തവ വിശ്വാസം ഈ മണ്ണിൽ ആഴപ്പെടുകയും ചെയ്തു. 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പൂർവികരിൽ നിന്ന് നാം സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ദീപശിഖ എത്രമാത്രം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ആഴപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. പരമ്പരാഗതമായി കൈമാറി കിട്ടിയ വിശ്വാസത്തിൻ്റെ ചൈതന്യവും തുടിപ്പും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പുതുതലമുറയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ സുവിശേഷത്തോടും ക്രിസ്തുവിനോടുമുള്ള അവരുടെ ആഭിമുഖ്യവും വിശ്വാസദാർഢ്യവും വിശ്വാസ പ്രഖ്യാപനവും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള അവരുടെ മനസ്സും എത്രമാത്രമുണ്ട്? ഏതൊരു സമുദായത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് എത്ര നേതാക്കന്മാർ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. പള്ളിയോടും വിശ്വാസത്തോടും ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷ മൂല്യം മറ്റ് മതസ്ഥർക്ക് ഇടയിൽ കൂടി പ്രഘോഷിക്കുവാനുള്ള, സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഒരു ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രം നമുക്ക് കൈവന്നിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് അവയൊക്കെ കുറേശ്ശെ ചോർന്ന് പോയിട്ടുണ്ട് എന്ന്. ഒരുപക്ഷെ മറ്റേതൊരു സമുദായത്തെക്കാളും ഉപരിയായി ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് നേതാക്കന്മാർ ഇന്ന് രാഷ്ട്രീയ മേഖലകളിലോ സാമൂഹിക മേഖലകളിലോ സാംസ്കാരിക മേഖലകളിലോ കലാസാഹിത്യ മേഖലകളിലോ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും കുറവാണ് എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ നമുക്ക് നല്ല അധ്യാപകരുണ്ടായേക്കാം, ആരോഗ്യ മേഖലയിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ടായിരിക്കാം, ശുശ്രൂഷാരംഗത്ത് സേവന സന്നദ്ധരായ നിരവധി നേഴ്സുമാരെ നമുക്കുണ്ടായെന്നിരിക്കാം. പക്ഷേ ഈ കേരള സമൂഹത്തിൽ രാഷ്ട്രീയ മേഖലയിൽ, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഇന്ന് എത്ര ക്രൈസ്തവനുണ്ട്? അവൻ്റെ ശബ്ദം ഒന്ന് സ്വീകരിക്കുന്നവർ എത്ര നേതാക്കന്മാരുണ്ട് ഈ സമൂഹത്തെ നയിക്കാൻ? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, ക്രൈസ്തവ സന്യാസികൾക്ക്, സമർപ്പിതർക്ക് ഒരു പുതുതായ ദൗത്യം കൂടെ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാനുണ്ട് എന്നത്. അത് മറ്റൊന്നല്ല, സാമുദായിക ശാക്തീകരണം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും നെറ്റിത്തടത്തിൽ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ച്, വചനം പഠിപ്പിച്ച്, നമസ്കാരങ്ങൾ ചൊല്ലിക്കൊടുത്ത് വിശ്വാസ പരിശീലന രംഗത്ത് 12 വർഷം പഠിപ്പിച്ച് കഴിച്ചുവിടുന്ന
ഒരു ക്രൈസ്തവ യുവാവിനും യുവതിയും ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു സമർപ്പിതയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മളുടെ കാരിസം, സുവിശേഷം പകർന്നു തന്ന ആ ചൈതന്യത്തിൽ, ആ ജീവിത സാക്ഷ്യത്തിൽ എവിടെയോ കുറവ് സംഭവിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ സമർപ്പിതയും ഈ സമുദായത്തോട് ഒരു ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരിക്കണം എന്നത് പ്രധാനപ്പെട്ടത് തന്നെ. ഓരോ കത്തോലിക്ക ദേവാലയത്തിൻ്റെയും പരിസരത്ത് പ്രവർത്തന സജ്ജമായിരിക്കുന്ന ഒരു സന്യാസ ഭവനമുണ്ടല്ലോ. ആ സന്യാസ ഭവനത്തിൻ്റെ പരിസരങ്ങളിൽ ഒരു സമുദായമുണ്ട് എന്നൊരു കാര്യം നാം മറക്കാൻ പാടില്ല. ഒരു സന്യാസ ഭവനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന മനുഷ്യൻ്റെ നൊമ്പരങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക്, അവൻ്റെ വീടകങ്ങളിലേക്ക്, അവൻ്റെ വ്യക്തിത്വത്തിലേക്ക്, അവൻ്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക്, അവൻ്റെ സാമ്പത്തിക പരാധീനതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സാന്നിധ്യമാവുക, കരം പിടിക്കുക, പടുത്തുയർത്തുക, കൂട്ടാവുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഒരു സമർപ്പിതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സമൂഹമോ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സമുദായമോ നമുക്കില്ല എന്നതാണ് വാസ്തവം. നാം ഈ സമുദായത്തിൻ്റെ ഭാഗം തന്നെയാണ്. നാളുകളിൽ ഈ കേരള സമൂഹത്തെ ഭരിക്കുവാനും നയിക്കുവാനും ദിശാബോധം നൽകുവാനും ക്രൈസ്തവ മൂല്യങ്ങളിൽ മറ്റു സമുദായത്തെ കൂടി ആഴപ്പെടുത്തുവാൻ തക്കവിധം മനുഷ്യബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ, ക്രൈസ്തവ മൂല്യങ്ങളുടെ, സുവിശേഷ മൂല്യങ്ങളുടെ ആധാരശില, ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാനശിലയായി ഉറപ്പിക്കത്തക്ക വിധം നമ്മളുടെ ശുശ്രൂഷ മേഖലകൾ മാറേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് നഷ്ടപ്പെട്ടു പോയത് എന്താണ്? ഒരൊറ്റ കാര്യമാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമെന്നാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 19 അധ്യായം 5 വാക്യം അതിങ്ങനെയാണ്: അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിരിക്കും. കർത്താവിൻ്റെ വിശുദ്ധ ജനമാണ് ക്രിസ്തു വിശ്വാസികളായിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ. പഴയ നിയമത്തിൽ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തുയർത്തിയ ഇസ്രായേൽ ജനം പോലെ തൻ്റെ ഉടമ്പടികളും കൽപ്പനകളും നൽകി തൻ്റെ ഉടമ്പടിക്കനുസൃതം ജീവിച്ചാൽ അനുഗ്രഹിക്കപ്പെടുന്നൊരു സമൂഹമായി മാറുമെന്ന് കർത്താവ് കൂടെ നടന്ന് പഠിപ്പിച്ച് കൊണ്ടു നടന്ന വിശുദ്ധ ജനം പോലെ പ്രിയപ്പെട്ട ജനമാണ് ഈ ക്രൈസ്തവ സമൂഹം. ഈ ദൈവ അവബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത്. ദൈവ അവബോധം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇന്നത്തെ സമർപ്പിതർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമുള്ള ഒരു ഉത്തരവാദിത്വമെന്ന് പറയുന്നത് ദൈവ അവബോധമുള്ള ഒരു ജനതയായിട്ട് നാം ഇവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുക. നിയമാവർത്തന പുസ്തകം 6 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വചനം ആരംഭിക്കുന്നത്. ഇസ്രായേലെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ എന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം.
വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിൽ മേലും പടിവാതിലിൽ മേലും എഴുതണം. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ മനോഹരമായിട്ടുള്ള ഒരപ്പൻ മക്കൾക്ക് നൽകുന്നത് പോലെയുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് ഇത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന, വചനത്തിൽ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ജാഗരൂകതയോടെ അവ മക്കളെ പഠിപ്പിക്കുന്ന, വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം നമുക്കിവിടെ രൂപപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷമാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. ക്രിസ്തുവാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുന്ന, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന, ദൈവ അവബോധമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മളുടെ സമർപ്പിത ജീവിതത്തിനിടയിൽ എവിടെയോ നമുക്ക് ആ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് നാം ഒന്ന് തിരിച്ചറിവോടെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. തമ്പുരാൻ തന്നെ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ, നല്ല വീടുകൾ പണിയുമ്പോൾ, ആടുമാടുകൾ പെരുകുമ്പോൾ, സ്വർണവും വെള്ളിയും വർദ്ധിക്കുമ്പോൾ, സകലത്തിലും സമൃദ്ധി ഉണ്ടാകുമ്പോൾ, അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ വിസ്മരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഭൂമുഖത്തിലുള്ള എല്ലാ ജനതകളിലും വെച്ച് വിശുദ്ധ ജനമാണ് എന്ന ഐഡൻറ്റിറ്റി വിസ്മരിച്ചു പോകരുത് എന്നാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത അതേ കാര്യം തന്നെ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുക. വിശുദ്ധ ജനമെന്ന ഐഡൻറ്റിറ്റി വിസ്മരിക്കരുത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ജനമെന്ന ഐഡൻറ്റിറ്റി വിസ്മരിച്ചു പോയൊരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് നാം മനസ്സിലാക്കി ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക്, ദൈവ അവബോധമുള്ള, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നുള്ള അവബോധത്തിലേക്ക് നമ്മുടെ ക്രൈസ്തവ ജനതയെ ഉണർത്തേണ്ടത് മറ്റാരുമല്ല, അത് സമർപ്പിതർ തന്നെയാണ്. കാരണം ഓരോ ക്രിസ്തീയ കുടുംബത്തിലെ വളർന്നു വരുന്ന ഓരോ കുഞ്ഞിൻ്റെയും ജനനം മുതൽ മരണം വരെ അവൻ്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞ് കടന്നു പോകുന്നവരാണ് ഒരു സമർപ്പിത. ജനനത്തിന് കൂട്ടിയിരിക്കുന്നവർ, ഹോസ്പിറ്റലുകളിൽ എത്രയോ ജന്മങ്ങൾക്ക് കൂട്ടിയിരിക്കുന്നവരാണ് സമർപ്പിതർ. ആത്മീയതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നവർ, ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുക്കി ക്രിസ്തുവിനെ ആദ്യമായി സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുന്നത് ഒരു സമർപ്പിതയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ആദ്യ അക്ഷരം കുറിച്ചു കൊടുക്കുന്നവർ, അക്ഷരങ്ങളോടൊപ്പം തന്നെ ഈ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും അവരുടെ പുസ്തകത്തിൽ, ഹൃദയമാകുന്ന പുസ്തകത്തിൽ, ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ ഏടുകളിൽ എഴുതി ചേർക്കുന്നവർ, ഒരുപക്ഷെ രോഗിയായിരിക്കുമ്പോൾ, സ്വന്തപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അനാഥത്വം അനുഭവിക്കുമ്പോൾ, വഴിയോരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുമ്പോൾ, ആത്മഹത്യയുടെ മുനമ്പിൽ പോലും വന്നു നിൽക്കുമ്പോൾ ഒരു സമർപ്പിതയുടെ സാന്നിധ്യം എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്നത് നമ്മൾ വിസ്മരിക്കരുത്, സമർപ്പിതർ വിസ്മരിക്കരുത്. ഞാൻ മാനന്തവാടി രൂപതയിൽ ചുള്ളിയാന എന്ന ഇടവകയിൽ അവിടുത്തെ സുപ്പീരിയറായിരുന്ന ഒരു കാലഘട്ടം പെട്ടെന്ന് ഓർക്കുകയാണ്. ഞങ്ങളുടെ കോൺവെൻറ്റിൻ്റെ മുൻഭാഗം വയലാണ്. ഒരു ഭാഗത്തു നിന്ന് നല്ല മഴക്കാലം വരുമ്പോൾ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു വിടുമ്പോൾ സമൃദ്ധമായി നമ്മുടെ വയലിലേക്ക് വെള്ളം വന്ന് നിറയും. മറുഭാഗത്തു നിന്ന് മറ്റൊരു പുഴ നിറഞ്ഞു കവിയുമ്പോൾ ആ വെള്ളവും കടന്നു വരും. അങ്ങനെ വയലിൻ്റെ നടുവിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. ഒരു വർഷം
അവിടെ വലിയ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ മഴ. ഈ പറയുന്ന രണ്ട് ഭാഗവും, ഒരു ഭാഗത്തു നിന്ന് ഡാമിൻ്റെ വെള്ളം വന്നു, മറുഭാഗത്തു നിന്ന് പുഴ കരകവിഞ്ഞൊഴുകി. അങ്ങനെ സഞ്ചാരയോഗ്യമായ റോഡിൽ രണ്ടാൾ വെള്ളം പൊങ്ങി. അതിൻ്റെ ഇരുഭാഗത്തും വയലാണ്, ആഴമുള്ള കുഴിയാണ്. ആ വെള്ളത്തിൻ്റെ നടുവിലൂടെ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ കോൺവെൻറ്റിൻ്റെ അക്കരെയുള്ള ഒരു കുടുംബത്തിലെ, ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നൊരു സഹോദരൻ തൻ്റെ കൂട്ടുകാരുമൊത്ത് രണ്ടാൾ പൊക്കമുള്ള വയലിലൂടെ, വയൽ എന്ന് പറഞ്ഞാൽ വയലിൻ്റെ ഉള്ളിലുള്ള ആ റോഡിലൂടെ സന്ധ്യാസമയത്ത് കടന്നുപോയി. ഒരു വട്ടം അവർ വീട്ടിലേക്ക് പോയി. അവർ തിരിച്ച് വീണ്ടും ഇക്കരയ്ക്ക് വന്നു. വീണ്ടും വീട്ടിലേക്ക് പോയ ആ യാത്രക്കിടയിൽ ആ പയ്യൻ കാല് വഴുതി ഈ വയലിലേക്ക് വീണു. 4 ആൾ കൂടുതൽ വെള്ളമുണ്ട് അപ്പോൾ ആ വയലിൽ. രാത്രി ആയതുകൊണ്ട് എവിടെയാണ് വീണത്, എന്താണ് എന്ന് ഒന്നും ആർക്കും കണ്ടെത്താൻ പറ്റിയില്ല. 2 ദിവസം എടുത്തു അങ്ങനെ വെള്ളപ്പൊക്കെട്ടിൽ വീണുപോയ ഈ കൊച്ചിൻ്റെ മൃതദേഹം കണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, റോഡിന് അക്കരെയാണ് അവരുടെ വീട്. പ്രായമായ അപ്പനും അമ്മയും. തൻ്റെ മകൻ്റെ വേർപാടിൽ ചങ്ക് പൊട്ടിക്കരയുന്ന ഈ മാതാപിതാക്കളുടെ അരികിലേക്ക് പോവാനായിട്ട് ഒരു നിവൃത്തിയുമില്ല. റോഡിൽ 2 ആൾ പൊക്കത്തിലധികം നിറഞ്ഞു കവിയുന്ന വെള്ളമാണ്. ആകെയുള്ളത് ഒരു ചങ്ങാടമാണ്. അതിലൂടെ പുരുഷന്മാർ മാത്രം അത്യാവശ്യം കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസമായി മകൻ്റെ മൃതദേഹം കിട്ടിയിട്ടില്ല. രാത്രിയിൽ അവരെ പുഴയുടെ പല സ്ഥലങ്ങളിലും പല ആളുകളും അവർ കാത്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾക്ക് ആ വീട്ടിൽ പോകാതിരിക്കാൻ വയ്യ. അവസാനം ഞാനും എൻ്റെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററും ചേർന്ന് അവിടെയുള്ള ചേട്ടന്മാരോട് പറഞ്ഞു, ഈ ചെങ്ങാടത്തിൽ ഞങ്ങളെ അക്കരയ്ക്കൊന്ന് കൊണ്ടുപോകാമോ? അവർ പറഞ്ഞു, സിസ്റ്ററെ നല്ല ഒഴുക്കാണ്, ഇതിലൂടെ പോകുന്നത് ശരിക്കും നമുക്ക് ഭയം തോന്നും. ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങളെല്ലാവരും പോകുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ ധൈര്യപൂർവ്വം, ഞാനും എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ഒരു സിസ്റ്ററും കൂടെ ഈ ചങ്ങാടത്തിൽ നല്ല ഒഴുക്കുള്ള ഈ പുഴയുടെ ഈ ഒരു വെള്ളക്കെട്ടിലൂടെ അക്കരയ്ക്ക് ഞങ്ങൾ ധൈര്യപൂർവ്വം കടന്നുപോയി. കർത്താവിനെ മനസ്സിൽ ധൈര്യപൂർവ്വം പ്രാർത്ഥിച്ച് പിടിച്ചുകൊണ്ട്, കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ധൈര്യപൂർവ്വം കടന്നുപോയി. ആ വീട്ടിൽ ചെന്നു. 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പനും അമ്മയും. ഞങ്ങളെ കണ്ടപാടെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ആ അമ്മ എൻ്റെ ദേഹത്തോട്ട് ചാഞ്ഞു. ഞാൻ അമ്മച്ചിയെ ചേർത്ത് പിടിച്ചു. കുറേ സമയം കരഞ്ഞു അമ്മ. 2 ദിവസമായി ഒരു പട്ടിണിയിലാണ്. അവസാനം ആ വീട്ടിൽ നിന്ന് തൊട്ടയൽവക്കത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പിടി ചോറെടുത്ത് ഈ അമ്മച്ചിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ വാരിക്കൊടുത്തു. അമ്മ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് സമാധാനമായി. വളരെ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഒന്നും സംസാരിച്ചില്ല, പക്ഷേ ഒരു ശക്തി പകർന്നുകൊണ്ട്. അന്ന് വൈകിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് ഇതേ ചങ്ങാടത്തിൽ ഞങ്ങൾ തിരികെ വരികയാണ്. ഇന്നും ആ അമ്മ എന്നെ കാണുമ്പോൾ അമ്മച്ചിക്ക് പറയാൻ ഒരൊറ്റ കാര്യമാണ്, അന്ന് ധൈര്യപൂർവം ഒഴുക്കിനെതിരെ ഈ ചങ്ങാടത്തിലൂടെ കടന്നു ചെന്ന് ധൈര്യപൂർവം ആ മരണവീടിൻ്റെ മരിച്ച ആ അവസ്ഥയിൽ മരണത്തിന് തുല്യമായി നിൽക്കുന്ന ആ അമ്മയുടെ മനസ്സിന് സാന്ത്വനം പകർന്ന ആ കഥയാണ് ഇപ്പോഴും അമ്മച്ചിക്ക് പറയാനുള്ളത്. ഒരു സമർപ്പിതയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരായുഷ്കാലം മുഴുവൻ ഒരു മനുഷ്യൻ ഓർത്തിരിക്കുന്ന ഒന്നാണെന്ന് പറയാനാണ് ഈ ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ സന്യാസ സമൂഹത്തിനും അവരവരുടെ കാരിസമുണ്ട്. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ അധ്യാപന വൃത്തിക്ക് അപ്പുറത്തേക്ക് എനിക്ക് ചുറ്റും നിൽക്കുന്ന സമൂഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ മാത്രമുള്ള, ഈ സമുദായത്തെ വളർത്തിയെടുക്കുവാൻ മാത്രമുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കൂടെ എനിക്കുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാം ഒരു കാര്യം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ ഏറ്റവും ബേസിക്കായിട്ട് വിശുദ്ധ ജനമാണെന്നുള്ള അവബോധത്തിലേക്ക്, ദൈവകൽപ്പനകൾ പാലിക്കുന്ന അനുസരണമുള്ള ഒരു ജനതയായിട്ട് രൂപപ്പെടുത്തിയെടുക്കുക എന്നത് ഓരോ സമർപ്പിതയുടെയും ഉത്തരവാദിത്വമാണ്. അത് അവളുടെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിലൂടെ ആവട്ടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ആവട്ടെ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ആവട്ടെ, ഇടവകയിലേക്ക് കടന്നു ചെന്നിട്ടാവട്ടെ, ഇത് നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്.
രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു, രാഷ്ട്രീയ ബോധമുള്ള ഈ സമൂഹത്തിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരാൻ മാത്രം നമ്മുടെ യുവജനങ്ങളെയും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിച്ചെടുക്കേണ്ടത് അതും നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നാളെ ഇവിടെ ഒരു ഓഫീസുകളിൽ കടന്നു ചെല്ലുമ്പോൾ, ഒരു നിയമനിർമ്മാണ വേദികളിൽ നമ്മുടെ സാന്നിധ്യമില്ലാതെ, പ്രാതിനിധ്യമില്ലാതെ, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരിക്കൽ സംസാരിക്കാൻ ഒരാളില്ലാതെ നമ്മൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെടുമെന്നുള്ളത് ഒരു സത്യമാണ് എന്ന് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരമുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്ക് ആവശ്യമാണ് എന്നതാണ് മനസ്സിലാക്കുക. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ പഴയ നിയമജനതയിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോവട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഒരു സമൂഹമാക്കി രൂപപ്പെടുത്തിയപ്പോൾ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നയിച്ചത് ലേവി പുരോഹിതന്മാരല്ല, അവർ ആത്മീയ ശുശ്രൂഷ ചെയ്തവരാണ്. ആരാണ് സമുദായത്തെ നയിച്ചത്? ആ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശക്തരും ധീരരുമായ നേതാക്കന്മാർ മോശയെപ്പോലെ, ജോഷുവയെ പോലെ ഉയർന്നു വരണം. സാമുവേലിനെ പോലെ പുതിയ നേതാക്കന്മാർ കടന്നു വരണം. ആത്മാവുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടാവണം. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ചൈതന്യം നിറഞ്ഞ വ്യക്തികൾ ഇവിടെ രൂപപ്പെട്ടു വരണം. എന്തിനാണ്? അത് ജനത്തെ നയിക്കാനാണ്. മറ്റെന്തിനാണ്? അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാനാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ്, നേതൃത്വം കൊടുക്കുവാനാണ്, അവകാശങ്ങൾ നേടിയെടുക്കാനാണ്. അതിന് കർത്താവിൻ്റെ ആത്മാക്കളുള്ള നേതാക്കന്മാർ കടന്നു വരണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യായാധിപന്മാരെ പോലെ, പ്രവാചകന്മാരെ പോലെ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്, ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് കൂടി പ്രവർത്തിക്കുവാൻ സജ്ജമായിട്ടുള്ള സുവിശേഷ മൂല്യങ്ങളുള്ള ക്രൈസ്തവ മൂല്യങ്ങൾ പേറുന്ന നേതാക്കന്മാർ ഈ സമൂഹത്തിലുണ്ടാവണം. എങ്കിലേ നമ്മുടെ സമുദായം ശാക്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മറക്കാതിരിക്കാം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ദരിദ്രരോട് സുവിശേഷം. ഇങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ ഏതെങ്കിലും വിധത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക്, കേൾവി നഷ്ടപ്പെട്ടു പോയവർക്ക്, അടിമത്തം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ സുവിശേഷം പകരുവാനായി സമർപ്പിതർ ഇവിടെ കടന്നു വരുമ്പോൾ, സമർപ്പിതർ ഇവിടെ സജ്ജമാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സമുദായം ശാക്തീകരിക്കപ്പെടും. പഴയ ഇസ്രായേൽ സമൂഹത്തെ പോലെ ദൈവ അവബോധമുള്ള, ദൈവകൽപ്പനകൾ പാലിക്കുന്ന, അനുസരണമുള്ള ഒരു സമൂഹത്തെ മുഴുവനും നയിക്കുവാൻ പ്രാപ്തമായിട്ടുള്ള വ്യക്തികൾ ഈ സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വരും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, സന്യാസ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളെ, വ്യതിരിക്ത മുഖങ്ങളെ പരിചയപ്പെടുത്തുന്ന പരമ്പര ഒരുപക്ഷെ കാണുന്നവരാവാം. ആ പരമ്പരയിലൂടെ ഇന്ന് വരെ കടന്നുപോയിട്ടുള്ള സമർപ്പിതർ, സന്യാസ സമർപ്പിതർ, അത് പുരോഹിതരാകട്ടെ സന്യാസികളാകട്ടെ, ഈ പൊതുസമൂഹത്തിൻ്റെ നൊമ്പരങ്ങളെ തൊട്ടറിഞ്ഞിട്ടുള്ളവരാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് മരണം കാത്തുകിടക്കുന്ന, മനുഷ്യ പ്രാണൻ എന്ന് പറയാൻ പറ്റാത്ത വിധം ആരോഗ്യം ക്ഷയിച്ച് ഒരു പ്രാണൻ മാത്രമായി കിടക്കുന്ന മനുഷ്യജീവനെ കൂട്ടിരുന്ന് മരണത്തിലേക്ക് കൈപിടിച്ച് സംതൃപ്തിയോടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ സഹായിക്കുന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരുവോരങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനിലൂടെ അലഞ്ഞു നടക്കുന്ന ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ജീവിതം കൊടുത്ത്
സമർപ്പിതരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. കുഷ്ഠരോഗികൾക്കിടയിൽ, മാനസിക വൈകല്യം പേറുന്ന കുഞ്ഞുങ്ങൾക്കിടയിൽ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾക്കിടയിൽ വീരോചിതമായി ജീവിതം സമർപ്പിച്ച സമർപ്പിത ജീവിതങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടുന്ന് കിട്ടി ഈ ശക്തി? എവിടുന്ന് കിട്ടി ഈ ഊർജം? അതൊരു സമർപ്പിതയ്ക്ക് ക്രിസ്തു നൽകുന്ന സ്നേഹത്തിൻ്റെ ശക്തിയാണ്. അവന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ സമർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് നൽകുന്ന സ്നേഹത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ സകലർക്കും നന്മ ചെയ്യാനുള്ള കരുത്ത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു സന്യാസിക്ക് ലഭിക്കുന്നത്. സമർപ്പിതരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്തിൻ്റെ പേരിലും എന്നൊരു പക്ഷേ വിമർശിക്കാം. സമർപ്പിത ജീവിതങ്ങൾക്കിടയിൽ വീണു പോകുന്ന ജീവിതങ്ങളെ നോക്കി, അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച് സന്യാസ ജീവിതത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന ആളുകൾ പറയുന്നത് കേട്ട് ഇതാണ് സമർപ്പിത ജീവിതമെന്ന് വിശ്വസിക്കുന്നവരും അതിൻ്റെ പിറകെ പോകുന്നവരും ഉണ്ടാവാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ സമർപ്പണ ജീവിതത്തിൻ്റെ മുഖം കാണുവാൻ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഒരായുസ് മുഴുവനും അവർക്ക് വേണ്ടി രാവും പകലുമെന്നില്ലാതെ ജീവിതത്തെ തീരെഴുതി കൊടുത്ത സമർപ്പിത ജീവിതങ്ങളെ നോക്കിയിട്ട് വേണം സമർപ്പണ ജീവിതത്തിൻ്റെ വിലയിടുവാൻ. അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിത സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വെല്ലുവിളി കൂടി ഏറ്റെടുക്കാം. കുടുംബത്തിൽ അംഗസംഖ്യ കുറഞ്ഞു പോകുന്ന, അതുകൊണ്ട് തന്നെ ക്രൈസ്തവ കുടുംബങ്ങൾ ഇല്ലാതായി പോകുന്ന, സമുദായത്തിൽ എണ്ണം കുറഞ്ഞു പോകുന്ന ഒരു പുതിയ പ്രവണതയെ ചെറുത്തു നിൽക്കുവാനുള്ള അവബോധം നമുക്ക് ക്രൈസ്തവർക്കിടയിൽ സൃഷ്ടിക്കാനായിട്ട് കടന്നു വരാം. ഇവിടെ ജീവിക്കുന്ന ഓരോ സമർപ്പിതയുടെയും ജീവിതത്തിൻ്റെ പിന്നിൽ വിശ്വാസദാർഢ്യമുള്ള, പ്രാർത്ഥനാ ചൈതന്യമുള്ള, ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു മാതാവും പിതാവുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നല്ല സമർപ്പിതർ ഇന്നുണ്ടാകുന്നത്. നാളെ ഈ സമൂഹത്തിൽ നല്ല സമർപ്പിതർ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള, സുവിശേഷ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള, ക്രൈസ്തവ പാരമ്പര്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നല്ല ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടാവണം. നല്ല അപ്പനും അമ്മയും ഉണ്ടാവണം. നല്ല ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടാകുമ്പോഴേ നല്ല സന്യാസവും നല്ല പൗരോഹിത്യവും ഈ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് നമ്മളുടെ പ്രധാനപ്പെട്ട കടമയായിട്ട് കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നൊരു പക്ഷേ ആധുനിക സമൂഹത്തിൽ ഫെമിനിസം പറയുന്ന, ഒരുപക്ഷേ ഫെമിനിസത്തിൻ്റെ പിന്നാലെ പോകുന്ന സ്ത്രീ വിഭാഗം തന്നെ കുടുംബജീവിതത്തെ വികലമായി ചിത്രീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കുടുംബം വേണ്ട കരിയർ മതി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പടി കൂടി കടന്ന് ഒരു വ്യക്തിയുടെ ലൈംഗിക വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഒരു പുരുഷൻ്റെ സാന്നിധ്യം ആവശ്യമാണെങ്കിൽ മാത്രം വിവാഹത്തിലേക്ക് കടന്നാൽ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നോർക്കണം. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഈ സുവിശേഷത്തെ നെഞ്ചോട് പിടിക്കുന്ന, ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിക്കുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരാത്തതുകൊണ്ട്, മൂല്യബോധമുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്യമതക്കാർ നമ്മുടെ കുഞ്ഞുങ്ങളെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ചരിത്രവും ഒരു യാഥാർത്ഥ്യവും ഇവിടെ നിലനിൽക്കുമ്പോൾ ഓരോ ക്രൈസ്തവ സന്യാസിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കാവലാകണം എന്നതുകൂടി. നല്ല കുടുംബങ്ങൾ രൂപപ്പെട്ടു വരണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസ പരിശീലനം നൽകുന്ന,
വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന, സുവിശേഷത്തിൽ ആഴപ്പെടുത്തുന്ന, ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന, സുവിശേഷം പരിചയപ്പെടുത്തി കൊടുക്കുന്ന, വചനം ഹൃദയത്തിൽ പങ്കുവെച്ചു കൊടുക്കുന്ന സമർപ്പിതർ കൂടെ ഇവിടെ ഉണ്ടാവണമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ വീരോചിതമായ ഈ ജീവിത സമർപ്പണത്തിലേക്ക്, ഈ സമർപ്പണ ജീവിതത്തിലേക്ക് ഉത്തമ കുടുംബത്തിൽ നിന്ന് കത്തോലിക്ക യുവതികൾ കടന്നു വരേണ്ടതുണ്ട് എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ വീരോചിതമായ ഒരു ജീവിതമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിൽ സന്തോഷം അനുഭവിക്കുന്ന, ആനന്ദം അനുഭവിക്കുന്ന, സന്യസ്തർ എവിടെയുണ്ടോ അവിടെ ആനന്ദമുണ്ട് എന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുവാൻ തക്ക വിധം കുടുംബത്തിൽ നിന്ന്, ഉത്തമ കുടുംബത്തിൽ നിന്ന്, കത്തോലിക്ക വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്ന് ധൈര്യപൂർവ്വം തൻ്റെ ഇടത്തോടെ ഈ സമർപ്പിത ജീവിതം നയിക്കുവാനുള്ള യുവതികൾ കടന്നു വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആഹ്വാനവും. അങ്ങനെ നമുക്ക് ഈ സമർപ്പിത ജീവിതത്തിലൂടെ ഒരു പുതിയ ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സുവിശേഷ അധിഷ്ഠിതമായിട്ടുള്ള, ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവൻ സമ്പൂർണ്ണമായി സമർപ്പിച്ച് വീരോചിതം അവന് സാക്ഷ്യം വഹിക്കുവാനുള്ള ആർജവത്വമുള്ള ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ രൂപപ്പെടുവാൻ, അവർക്ക് തുണയുമാകുവാൻ, അവർക്ക് സഹായമാകുവാൻ, അവരുടെ കരം പിടിക്കാൻ, ചേർന്ന് നിൽക്കാൻ, കൂട്ടുനിൽക്കുവാൻ സന്യാസികൾ ഇവിടെ ഉണ്ടാവട്ടെ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ള സമർപ്പിതരിലൂടെ, സന്യാസ മൂല്യങ്ങൾ ജീവിക്കുന്ന സമർപ്പിതരിലൂടെ ഒരു സമുദായം ഇവിടെ രൂപപ്പെടട്ടെ. പൊതുസമൂഹത്തിൽ ക്രൈസ്തവികതയുടെ മൂല്യങ്ങൾ ഇവിടെ പകരപ്പെടട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ സ്വർഗം വിട്ടിറങ്ങി വന്നവൻ ഈ അൾത്താരയിലിതാ ജീവിക്കുന്നവനായി നമ്മെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്നു. ഹൃദയം തുറക്കാൻ, മനസ്സ് നൽകാം. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ ഒന്നു മാത്രം, നാഥ ആനന്ദപൂരിതമാത്മം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഈശോയേ, ഈ പരിശുദ്ധ കുർബാനയിൽ നിന്റെ തിരുമുഖം ദർശിച്ച് ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ദുഃഖങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, നീയാണ് ഞങ്ങളുടെ സ്നേഹം. ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ, സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങയെ. നീ തന്ന നന്മയെല്ലാം നന്ദിയോടോർത്തിടുമ്പോൾ, നീ തന്ന നന്മയെല്ലാം നന്ദിയോടോർത്തിടുമ്പോൾ,
സ്നേഹസ്വരൂപ നിറയുന്നു മനസ്സിൽ സ്നേഹത്തിൻ സ്തുതിഗീതകം. നാദ ആരാധനാ സ്തോത്രഗാനം ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം. അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് പ്രിയപ്പെട്ടവരെ ഈ സമയം നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലുമായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചേർന്ന്, ഒരുപക്ഷെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, ഹോസ്റ്റലുകളിൽ, പണിസ്ഥലങ്ങളിൽ, എവിടെയുമായിക്കൊള്ളട്ടെ, ഈ അൾത്താരയിൽ ഉയർത്തപ്പെട്ട ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക്, ആ ദിവ്യകാരുണ്യ മുഖത്തേക്ക് നമ്മുടെ ഒന്ന് ഉറ്റുനോക്കി ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച് നമ്മെ തന്നെ ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. അവിടുന്ന് ഇപ്പോൾ നമ്മുടെ അരികിലുണ്ട് എന്ന് വിശ്വസിക്കാം. ഓ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ കൂടാരമടിച്ച തമ്പുരാനെ, മനുഷ്യൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ നെടുവീർപ്പുകളെ ആശ്വാസമാക്കി മാറ്റി ഞങ്ങളുടെ നിരാശകളിൽ പ്രത്യാശ പകർന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകി അധ്വാനങ്ങൾക്ക് ഫലം നൽകി. ഓ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വസിക്കുന്നല്ലോ. ഞങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം അവിടുന്ന് മനുഷ്യ മക്കളുടെ കൂടെ വസിക്കുന്നുണ്ട് എന്നതാണ്. കർത്താവെ, ഞങ്ങളങ്ങേ അനുസ്മരിക്കുമ്പോഴൊക്കെ അങ്ങ് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നു. യേശുവേ, നിന്നെ അനുസ്മരിക്കുന്ന, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുന്ന, ഈ ദിവ്യകാരുണ്യത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും കൃപയായി അഭിഷേകമായി ഈ സമയം നീ കടന്നു വരണമേ എന്നാണ് പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളൊന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് നിന്നെ ഒന്ന് കാണാനുള്ള ഭാഗ്യം തരണമേ. നിന്റെ തിരുമുഖത്തിൻ്റെ ശോഭ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തി ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കണമേ. തമ്പുരാനെ, നീ പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഓ ഈശോയെ, ഈ രാത്രിയിലിതാ പകലിൻ്റെ യാമങ്ങളിൽ തങ്ങളുടെ അധ്വാന മേഖലകളിലൂടെ ജോലി ഭാരം കഴിഞ്ഞ് ക്ഷീണിച്ച് കുടുംബങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, പഠന മേഖലകളിൽ, ജോലി സ്ഥലത്ത് ഈ ആരാധനയിൽ അവിടെ ഇരുന്ന് പങ്കുകൊള്ളുന്നവരുണ്ട്. തമ്പുരാനെ, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ സമയത്ത് ഈ തിരുശക്രാരിയിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരുന്ന് പ്രതീക്ഷയോടെ കണ്ണു നട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ അരികിലേക്ക് നിൻ്റെ മുറിവേറ്റ കരമുയർത്തി ഈ സമയത്ത് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഓ ഈശോ, പ്രതീക്ഷയോടെ നിന്നെ ഒന്ന് നോക്കാൻ, സ്നേഹത്തോടെ ജീവിതം നിനക്ക് സമർപ്പിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ,
വിശ്വാസത്തിൻ്റെ ദർശനമുള്ളവർക്കാണ് ദൈവിക ദർശനം സാധ്യമാവുക. സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നവൻ അപ്പമായി കൂടെ വസിക്കുന്നുണ്ട് എന്ന് വിശ്വാസത്തിൻ്റെ ഹൃദയം കൊണ്ട് ഏറ്റുപറയാൻ കഴിയുന്നവന് ഇപ്പോൾ ഇവിടെ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് ചങ്കിൽ തൊട്ട് ഒന്ന് പറയാം. അവൻ തൻ്റെ കരുണയൂറുന്ന മിഴികൾ തുറന്ന് നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളും അവൻ അറിയാം. സകല നൊമ്പരങ്ങളും അറിയാം. അലച്ചിലുകൾ അറിയാം. ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ അറിയാം. കർത്താവിത നമ്മുടെ അരികിലേക്ക് വരുന്നു. അവൻ നമ്മുടെ തൊട്ടരികിലുണ്ട്. ഈ വിശ്വാസത്തോടെ നമുക്ക് ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിൻ്റെ മുൻപിൽ ഒരു നിമിഷം നമ്മളുടെ കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് നിശബ്ദരാകാം. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം. നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ മുമ്പിൽ ആണെന്നുള്ള വിശ്വാസത്തോടെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അരികിലാണെന്നുള്ള ബോധ്യത്തോടെ മിഴികളൊന്ന് പൂട്ടി ഒരു നിമിഷം നിശബ്ദമാകാം. ഹൃദയത്തിൽ നമുക്കൊന്ന് ആഴമായി ആർദ്രതയോടെ സ്നേഹത്തോട് പറയാം, ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിനക്ക് തരുന്നു. അങ്ങാണ് ഞങ്ങളുടെ രക്ഷ. അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം. അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വ്യക്തിജീവിതത്തെയും നമ്മുടെ സമൂഹ ജീവിതത്തെയും നമ്മുടെ സമർപ്പിത ജീവിതത്തെയും പൗരോഹിത്യ ജീവിതത്തെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. വിശ്വാസത്തോടെ അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവരുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ സ്നേഹം അവിടുന്ന് പങ്കുവെച്ചു കൊടുത്തു. കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ. സർവശക്തൻ, ആദിയും അന്ത്യവുമായവൻ. ഈ അപ്പത്തിലേക്ക് ഒതുങ്ങി വന്നത് എനിക്ക് കണ്ണു തുറന്ന് ഭയം കൂടാതെ നോക്കിക്കാണാനാണ്. എൻ്റെ കരം കൊണ്ട് അവിടുത്തെ ഒന്ന് സ്പർശിക്കാനാണ്. അവൻ എൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഭയമില്ലാതെ ഒരു ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ അപ്പൻ്റെ സ്നേഹമൊന്ന് സ്വീകരിക്കാനാണ്. ജീവിക്കുന്ന ദൈവം ഇതാ ഈ അൾത്താരയിൽ, ഈ അരുളിക്കയിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു എന്നോർക്കാം. അവനിതാ എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിശ്വസിക്കാം. കർത്താവിൻ്റെ അരികിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, നിൻ്റെ മൃദുലമായ കരങ്ങൾ ഉയർത്തി നീ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ശിരസിൽ നിൻ്റെ കരമൊന്ന് വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കടപ്പുഴകളിലേക്ക്, നൊമ്പരങ്ങളുടെ ആഴങ്ങളിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. ജീവിതത്തിൻ്റെ ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട് കർത്താവേ. ഉത്തരവാദിത്വങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകാറുണ്ട് കർത്താവേ. ജോലി സ്ഥലത്ത് ഞങ്ങൾ വിഷമിക്കാറുണ്ട് തമ്പുരാനെ. ഒരു കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്ത് കൊണ്ടുപോകാനുള്ള ആകുലതകളും ആശങ്കകളുമുണ്ട് ഈശോയെ. മക്കളെ ഓർത്ത് ഹൃദയം അസ്വസ്ഥതപ്പെടാറുണ്ട് ഈശോയെ. സമർപ്പിത ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഹൃദയം ചിലപ്പോൾ തകർന്നു പോകാറുണ്ട് ഈശോയെ. പൗരോഹിത്യ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവജനത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി ചിലപ്പോൾ ഏകാന്തപതികനായി സഞ്ചരിക്കുമ്പോൾ മനസ്സിടറിപ്പോവാറുണ്ട് കർത്താവേ.
ആരോരും നോക്കാനില്ലാതെ, മക്കളുടെ സ്നേഹം ലഭിക്കാതെ വീടിൻ്റെ അകത്തളങ്ങളിൽ ചുരുണ്ടുകൂടുമ്പോൾ ഹൃദയത്തിൽ നിരാശയുണ്ടാവാറുണ്ട് കർത്താവേ. ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഒരുപക്ഷേ ഈശോയെ ഞങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പാപകരമായ അവസ്ഥകളിലേക്ക് വീണു പോവാറുണ്ട് കർത്താവേ. ഓ ഈശോ, എല്ലാ ജീവിതങ്ങളിലേക്കും നീ ഇപ്പോൾ കടന്നു വരണമേ. നിന്റെ സ്നേഹത്തിൻ്റെ തലോടലുകൾ കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഹൃദയത്തിൽ ശാന്തി നിറയ്ക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നീ ഒന്ന് നൽകണമേ കർത്താവേ. സമാധാന രാജാവാണല്ലോ നീ, ശാന്തിദാതാവല്ലേ നീ, സ്നേഹത്തിൻ്റെ നിറവല്ലേ നീ, സാന്ത്വനിപ്പിക്കുന്നവനല്ലേ നീ, സകലർക്കും ആശ്രയമല്ലേ നീ. ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ അരികിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരങ്ങളിലേക്ക് നീ ഇപ്പോൾ കടന്നു വന്ന് മൃദുവായി നീ ഞങ്ങളെ ഒന്ന് തലോടണം. നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾ പൊതിയണം. ഞങ്ങളുടെ ഉള്ളിൽ നിൻ്റെ ശാന്തി നിറയണം. ഞങ്ങളുടെ നൊമ്പരങ്ങൾ നീ ഏറ്റെടുക്കണം. ഞങ്ങളുടെ ഭാരങ്ങളെ നീ വഹിക്കണം. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നീ ചിറക് നൽകണം. ഞങ്ങളുടെ പ്രതീക്ഷകൾ നീ പൂവണിയിക്കണം. കർത്താവേ, നീ കടന്നു വരണമേ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കൺമുന്നിൽ നീയില്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. ആത്മനാശഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, ആത്മനാശഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, അഭയം നീയേകി മുറിവിൽ നീ തഴുകി. എൻ മോക്ഷം നീയല്ലോ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കൺമുൻപിൽ നീയില്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും.
കർത്താവായ ഈശോയെ, മനുഷ്യരെക്കുറിച്ച് നിനക്ക് എന്തൊരു സ്വപ്നമാണുള്ളത്. സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠൻ, പരസ്പര സ്നേഹത്തിലൂടെ ഈ ലോകത്തിൽ അങ്ങയെ പ്രകാശിപ്പിക്കേണ്ടവർ. കർത്താവായ തമ്പുരാനെ, ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനെക്കുറിച്ചും നിനക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്. നീ പറഞ്ഞു, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേര് നിൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. നിൻ്റെ ഹൃദയത്തിലാണ് ഞങ്ങളുടെ ഇടമെന്ന്. ഞങ്ങളുടെ അധ്വാനങ്ങൾക്ക് നീ ഫലം തരുമെന്ന്. നിരാശപ്പെടുമ്പോൾ നീ ഓടിയെത്തുമെന്ന്. ദൈവം ഇത്ര അടുത്തുള്ള ഒരു ജനത വേറെ ഏതാണ്? തമ്പുരാനെ, ഞങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ നീ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട് ഞങ്ങൾ ഉലയുമ്പോൾ, സങ്കടപ്പുഴകൾ ഞങ്ങൾ നീന്തുമ്പോൾ, സന്ധ്യാസമയത്ത് ദേവാലയത്തിൽ ഉയരുന്ന ആ വിശുദ്ധ മണിനാദം കേൾക്കുമ്പോൾ, ആ ആലയത്തിലേക്ക് മിഴി ഉയർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് തൻ്റെ ഇരു കരവും ഉയർത്തി അനുഗ്രഹിക്കുമെന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നും നീ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ ഈ ഭൂമിയിൽ. ദൈവം കൂട്ടിനുണ്ട് എന്നുള്ള ആഴമായ ബോധ്യം ഞങ്ങളെ എന്തുമാത്രം ബലപ്പെടുത്തുന്നു ഈശോയെ. ഈ ബോധ്യത്തിൽ ആഴപ്പെടാൻ, നിൻ്റെ വിശുദ്ധ ജനമായി ഞങ്ങളൊന്ന് മാറാൻ കൃപ തരണ ഈശോയെ. ഞങ്ങൾക്ക് ചുറ്റും തിന്മയുടെ പ്രലോഭനങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങളുടെ മക്കൾ പതറിപ്പോകുന്ന ഇടങ്ങളുണ്ട്. വഴിതെറ്റിക്കുന്ന ഒരുപാട് ദിശാസൂചികളുണ്ട് ഞങ്ങളുടെ മുൻപിൽ. ഞങ്ങളുടെ മക്കൾ നടക്കുന്ന വഴികളിലൊക്കെ ചതിക്കുഴികൾ മറഞ്ഞിരിപ്പുണ്ട് തമ്പുരാനെ. ഈ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ജനമായെന്ന് രൂപപ്പെടുത്താൻ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന സമർപ്പിതരെയും പുരോഹിതരെയും ബലപ്പെടുത്തണമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കർത്താവേ, ജീവിതത്തിൽ എന്തെല്ലാം സമ്പത്തും ഐശ്വര്യവും സ്ഥാനമാനങ്ങളും അധികാരവും എല്ലാം ഉണ്ടായാലും അതിനെല്ലാം ഉപരിയായി നിൻ്റെ സുവിശേഷത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തക്ക വിധം, നിൻ്റെ യുവത്വത്തിൻ്റെ ആ ശക്തിയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തിയാക്കി മാറ്റുവാൻ തക്ക വിധം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്താൻ, പരിശീലിപ്പിക്കാൻ മാതാപിതാക്കളായ ഞങ്ങൾക്ക് ബലം തരണമേ. ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ യേശുവോട് സ്വന്തമായി ജീവിക്കുവാനുള്ള ആവേശം കൊടുക്കുവാൻ, ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ട്, ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് സമർപ്പിത സമൂഹങ്ങളെയും പുരോഹിതരെയും ബലപ്പെടുത്തണമേ. പ്രായത്തിൻ്റെ അപക്വതയിൽ തെറ്റായ പ്രത്യയശാസ്ത്രത്തിലോ തെറ്റായ ബന്ധങ്ങളിലോ പെട്ടുപോകാതെ ഈശോയെ, ഞങ്ങളുടെ മക്കളെ നിൻ്റെ യുവത്വത്തോട് ചേർത്ത് നിർത്തണമേ. നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞ തമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിഷ്കളങ്കമായി കാത്തു സൂക്ഷിക്കണമേ. ഈ രാവിൽ നിൻ്റെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരുന്ന്, ജീവിക്കുന്ന തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് അകക്കണ്ണുകൊണ്ട് നോക്കിയിരുന്ന്
വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് നിൻ്റെ ദിവ്യദർശനം നുകർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവനും ഒന്ന് ആശീർവദിക്കണമേ എന്ന്. സകല മനുഷ്യരിലേക്കും നിൻ്റെ ശാന്തിയും സമാധാനവും ഒന്ന് ഒഴുക്കണമേ എന്ന്. അസ്വസ്ഥമായ മാനസങ്ങൾക്ക് ഇപ്പോൾ തന്നെ ശാന്തി നൽകണമേ എന്ന്. കർത്താവേ, നീ അൾത്താരയിൽ ഉയർന്ന് വിശുദ്ധ ആശീർവാദം നൽകുമ്പോൾ, ഓ നല്ല തമ്പുരാനെ, ഇപ്പോൾ തന്നെ നിന്നെ നോക്കി പ്രാർത്ഥിക്കുന്ന സകലർക്കും ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നൽകണമേ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ എവിടെയായിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്നവരായാലും ഈ അൾത്താരയിൽ ഉയർത്തപ്പെടുന്ന ദിവ്യകാരുണ്യത്തിലേക്ക് മിഴികൾ ഉയർത്തി കരങ്ങൾ ഒന്ന് വിടർത്തി പിടിച്ച് നമ്മുടെ കുടുംബത്തെ ആശീർവദിക്കണമേ എന്ന്, വ്യക്തിജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ സർവ്വവും, എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ സർവ്വവും, എൻ്റെ കോട്ടയും നീ മാത്രമേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.